ഡിമെൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങിയ ഓർമ്മയെ ബാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്ന വയോജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുകയാണ്. ഓർമ്മത്തോണി എന്ന് പേര് നൽകിയിട്ടുള്ള ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 15-ന് വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ വെച്ച് നടക്കും. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മറ്റ് വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയാണ് ഈ നൂതന പദ്ധതി നടപ്പാക്കുന്നത്. ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്നുള്ള ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓർമ്മത്തോണി പദ്ധതി ആരംഭിക്കുന്നത്. ഈ മാസം ഫെബ്രുവരി 2-ാം തീയതി മുതൽ വയോമിത്രം പദ്ധതിക്ക് കീഴിലെ ഡോക്ടർമാർ, ജീവനക്കാർ, നഗര തദ്ദേശ സ്ഥാപനങ്ങളിലെ ആശാ വർക്കർമാർ എന്നിവർക്ക് ഡിമെൻഷ്യ സംബന്ധിച്ചുള്ള പരിശീലനം ആരംഭിക്കുകയാണ്. ഔപചാരികമായ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ഈ പരിശീലനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഫെബ്രുവരി 2-ന് ആരംഭിക്കും. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ സർവകലാശാല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഒരു സംസ്ഥാനതല റിസോഴ്സ് ഗ്രൂപ്പിനെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ പരിശീലനങ്ങൾ നൽകുക. ഫെബ്രുവരി 15-ന് ശേഷം, ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശേഷം, ആശാപ്രവർത്തകർക്ക് സംസ്ഥാനത്ത് ഉടനീളം ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്നതാണ്. പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഡിമെൻഷ്യ ബാധിതർക്കും കെയർ ടേക്കർമാർക്കും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർക്കും ഡിമെൻഷ്യ പരിചരണം എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് നടത്തുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പഠന സാമഗ്രികൾ തയ്യാറാക്കി നൽകും. ഡിമെൻഷ്യ സംബന്ധിച്ചുള്ള അവബോധത്തിനും പരിശീലനത്തിനും സഹായകരമായിട്ടുള്ള പ്രചാരണ ഉപാധികളും തയ്യാറാക്കുന്നുണ്ട്. ഡിമെൻഷ്യയെ ആരോഗ്യ പ്രശ്നം എന്ന പോലെ തന്നെ സാമൂഹ്യ പ്രശ്നവുമായി കണ്ടുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഡിമെൻഷ്യ ബാധിതരെയും കണ്ടെത്തി അനുയോജ്യമായ സേവനങ്ങൾ അവർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഓർമ്മത്തോണി പദ്ധതിയുടെ പിന്നിലുള്ളത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ വകുപ്പുകൾ, ആരോഗ്യ സർവകലാശാല തുടങ്ങിയവയുടെ സഹകരണം ഓർമ്മത്തോണിയുടെ പദ്ധതി നിർവഹണത്തിന് അനിവാര്യമാണ്. ഈ സാമ്പത്തിക വർഷം ഓർമ്മത്തോണിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 92 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 91 വയോമിത്രം യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് സ്ക്രീനിങ്, ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ മെമ്മറി ക്ലിനിക്കുകൾ, ആവശ്യമുള്ളവർക്ക് മരുന്ന് ലഭ്യമാക്കൽ തുടങ്ങിയ പരിപാടികളാണ് ഈ വർഷം ആരംഭിക്കുക. 2024 ഏപ്രിലോടെ സംസ്ഥാനത്താകെ പദ്ധതി പ്രവർത്തനം ആരംഭിക്കും. ഡിമെൻഷ്യ രോഗികൾക്കായിട്ടുള്ള ഡേ കെയർ സെന്റർ തുടങ്ങുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തൃശൂർ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിനും ഇതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഓർമ്മത്തോണി പദ്ധതിയുടെ ഭാഗമായിട്ട് തയ്യാറാക്കി നൽകും. തിരുവനന്തപുരം ജില്ലയിലെ വയോമിത്രം പ്രൊജക്ടുകളിൽ എത്തുന്ന വയോജനങ്ങളുടെ ഡിമെൻഷ്യ സ്ക്രീനിങ്ങും ഈ ഉദ്ഘാടന ദിവസം ആ വേദിയിൽ വെച്ച് നടക്കും. നമ്മുടെ സംസ്ഥാന ജനസംഖ്യയുടെ 12.6% 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ്. പ്രായം കൂടുന്തോറും ശാരീരികമായ ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവരിൽ വന്നു ചേരുന്നുണ്ട്. ഈ പ്രയാസങ്ങളിൽ വളരെ ഗണ്യമായ അളവിൽ കാണപ്പെടുന്ന ഒന്നാണ് ഓർമ്മ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. വളരെ ഗൗരവതരമായിട്ടുള്ള വ്യക്തിഗത സാമൂഹ്യ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഈ മേധാക്ഷയം, സ്മൃതിനാശം എന്നെല്ലാം പേരിട്ട് വിളിക്കുന്ന ഓർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. പ്രായത്തിന്റെ സ്വാഭാവിക പരിണാമം എന്നുള്ള രീതിയിൽ ഡോക്ടർമാരെ കാണുകയോ പ്രതിവിധികൾ തേടുകയോ ചെയ്യാതെ ഈ വയോജനങ്ങൾ അവശേഷിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കുടുംബാംഗങ്ങൾക്ക് പെരുമാറ്റ രീതികളിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഓർമ്മക്കുറവ്, ഡിമെൻഷ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മിക്കപ്പോഴും അത് ഗൗരവമായി കണ്ട് അതിന് പരിചരണം നൽകാനോ ചികിത്സ നൽകാനോ കുടുംബാംഗങ്ങൾ തുനിയാറില്ല. അപ്പോൾ ഡിമെൻഷ്യ അടക്കമുള്ള വാർദ്ധക്യ സഹജ ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ടുപിടിച്ച് അനുയോജ്യമായ ഇടപെടലുകളും ഔഷധങ്ങളും വഴി
അവയുടെ വളരെ കാര്യമായ നിലയിലുള്ള വളർച്ച കുറയ്ക്കാനും ഓർമ്മക്കുറവ് മൂലമുണ്ടാകുന്ന പെരുമാറ്റങ്ങളുടെ തീവ്രത കുറയ്ക്കാനും സഹായകരമായ ഇടപെടലുകളാണ് ഓർമ്മത്തോണിയിലൂടെ നടത്തുന്നത്. ഈ ഡിമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം കാലത്തെ അനുഭവങ്ങൾ മറക്കുക, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരിക, ഏകാഗ്രത നഷ്ടപ്പെടുക, സംസാരങ്ങളിലെ ആവർത്തനം, ഈ ലക്ഷണങ്ങളിലാണ് അത് തുടങ്ങുന്നത്. പിന്നീട് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. സമയത്തിന് തിരിച്ചറിഞ്ഞാൽ 1, 2, 3 ഘട്ട പ്രതിരോധ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവരെ സഹായിക്കാനാകും. അങ്ങനെ ലഘുവായിട്ടുള്ള ഡിമെൻഷ്യ അവസ്ഥ, മൈൽഡ് ഡിമെൻഷ്യയിൽ നിന്നും ഗുരുതര ഡിമെൻഷ്യയിലേക്കുള്ള വളർച്ച നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സമയത്ത് ഇടപെടുക എന്നുള്ളതാണ് ഈ മെമ്മറി ക്ലിനിക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രാരംഭ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അനുയോജ്യമായ ഇടപെടലുകൾ നടത്തുകയും പരിചരണം സംബന്ധിച്ച് കുടുംബാംഗങ്ങൾക്കും പരിചാരകർക്കും ആവശ്യമായിട്ടുള്ള അറിവും പരിശീലനവും നൽകുക എന്നുള്ളതുമാണ് പരിഹാരം എന്ന നിലയിൽ കണ്ടിട്ടുള്ളത്. അത് സാധ്യമാക്കാനാണ് ഡിമെൻഷ്യ സൗഹൃദ കേരളത്തിന്റെ ഭാഗമായിട്ട് ഓർമ്മത്തോണി പദ്ധതിയിൽ